ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റബ്ബർ ബോർഡ് പുറത്തിറക്കുന്ന റബ്ബർ മാസികയുടെ 60ാം വാർഷികാഘോഷ പരിപാടികളാണ്. റബ്ബർ കർഷകർക്ക് തുണയായി റബ്ബർ മാസിക 60ന്റെ നിറവിൽ. റിപ്പോർട്ട്. റബ്ബർ കർഷകന് കൈത്താങ്ങേകിയ പ്രവർത്തനങ്ങളിലൂടെ റബ്ബർ വിപ്ലവത്തിന് വഴിതെളിച്ച മഹത് സംരംഭമായി രാജ്യത്തെ റബ്ബർ കാർഷിക മേഖലയ്ക്ക് പരിചയപ്പെടുത്തിയ റബ്ബർ മാസികയുടെ 60ാം വാർഷികാഘോഷം ഇക്കഴിഞ്ഞ 20-ാം തീയതി വൈവിധ്യമാർന്ന പരിപാടികളോടെ കോട്ടയം പുതുപ്പള്ളിയിലെ ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ നടന്നു. റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ എം വസന്തകേശൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഡോക്ടർ സിജു ടി അധ്യക്ഷനായിരുന്നു. ഭദ്രദീപം കൊളുത്തി റബ്ബർ മാസികയുടെ 60ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ എം വസന്തകേശൻ, Actually, it has started in 1965, that is 15 years before I born. And of course, 1947 itself, Rubber Board has been established. Running a magazine for one particular field, one particular crop is very, very difficult. It is not so easy. But still, regularly, meaningfully, it is coming for 60 years. And it is all our responsibility, the present office bearer's responsibility to take up this particular magazine in future and forever. With changes happens in technology and society, whatever it has to incorporate in the magazine, and I commit that this magazine we will extend full support by taking the motivation from this magazine. The Rubber Board has started many magazines in vernacular languages, for example Tamil, Kannada, Assamese, I have mentioned Bengalis. So the Rubber Board sees this particular magazine, especially the rubber, to connect with the growers. അധ്യക്ഷ പ്രസംഗത്തിൽ റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഡോക്ടർ സിജു ടി, റബ്ബർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും റബ്ബർ മാസിക നമ്മുടെ ഒരു എക്സ്റ്റൻഷന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടേ കണ്ടിട്ടുള്ളൂ. എപ്പോഴും കർഷകരിലേക്ക് നമ്മുടെ കൃഷിരീതികൾ എത്തിക്കാനും ഓരോരോ മാസങ്ങളിൽ ഏതൊക്കെ കൃഷിരീതികൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്ന് കർഷകരിൽ എത്തിക്കാൻ ഉള്ളൊരു ഉപാധിയായിട്ടാണ് റബ്ബർ മാസികയെ കാണുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് റബ്ബർ മാസികയിൽ എഴുതുന്നത് റബ്ബർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കണം. റബ്ബർ ബോർഡ് 2022 ഒരു ചെറിയൊരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൽ ഒരു സാമ്പിൾ സർവേ ആയിരുന്നു. അതിൽ ഞങ്ങൾ കണ്ടെത്തിയത് ഞങ്ങളുടെ മൊത്തം സാമ്പിളിൽ ഏകദേശം 35% കർഷകരെ ഏതെങ്കിലും കാർഷിക സംബന്ധമായ മാഗസിൻ വായിക്കുന്നുള്ളൂ. ആ 35% കർഷകരിൽ എടുത്തു കഴിഞ്ഞാൽ, അവരെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതിൽ 70%-ഓളവും റബ്ബർ മാസിക വായിക്കുന്നവരാണ്, അല്ലെങ്കിൽ റബ്ബർ മാസിക വരിക്കാരാണ്. പക്ഷേ ആ മൊത്ത സാമ്പിൾ എടുത്തു കഴിയുമ്പോൾ അതിലൊരു 24% ആൾക്കാരെ റബ്ബർ മാഗസിൻ വായിക്കുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ റബ്ബർ മാഗസിന് വളരാൻ വലിയ സ്കോപ്പ് മുന്നിൽ കിടക്കുന്നു. ഒരു കർഷകന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിൽ ഒരു ആർട്ടിക്കിൾ എടുത്ത് നോക്കിയാൽ അതിൽ എഴുതുന്ന ഏതൊരു ആർട്ടിക്കിൾ ആയാലും അത് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, അതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർ, അതിനെക്കുറിച്ച് പറയേണ്ട അധികാരമുള്ള ആൾക്കാരാണ് അത് പറയുന്നത്. അതൊരു ഫീൽഡ് ഓഫീസറാകാം, ഒരു ഡെവലപ്മെന്റ് ഓഫീസറാകാം, ഒരു ശാസ്ത്രജ്ഞനാകാം, അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഫർമേഷൻ ആകാം. അപ്പോൾ ഏതൊരു കാര്യവും ഒരു കർഷകൻ എപ്പോഴും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് റബ്ബർ മാസിക. അതാണ് അതിന്റെ പ്രസക്തിയും. തുടർന്ന് കാർഷിക മേഖലയുടെ ഉന്നമനത്തിൽ മാധ്യമങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ കർഷകശ്രീയുടെ എഡിറ്റർ ഇൻചാർജ് ശ്രീ ടി കെ സുനിൽകുമാർ, റബ്ബർ മേഖലയിലെ നൂതന ചലനങ്ങളും അവയുടെ വാർത്താ പ്രാധാന്യവും എന്ന വിഷയത്തിൽ റബ്ബർ ബോർഡ് സെക്രട്ടറി ഇൻചാർജ് ഡോക്ടർ ബിനോയ് വി കുര്യൻ, റബ്ബർ മാസിക നാൾവഴി എന്ന വിഷയത്തിൽ റബ്ബർ ബോർഡ് പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻസ് വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ എം ജി സതീഷ് ചന്ദ്രൻ നായർ എന്നിവർ പ്രഭാഷണം നടത്തി. കർഷകശ്രീയുടെ എഡിറ്റർ ഇൻചാർജ് ശ്രീ ടി കെ സുനിൽകുമാർ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാർഷിക മാധ്യമങ്ങൾ ആവശ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പുതിയ വിളകൾ മാത്രമല്ല, പുതിയ ടെക്നോളജികൾ, പുതിയ എന്തെല്ലാം കാര്യങ്ങൾ കൃഷിയിൽ അപ്ലൈ ചെയ്യാമോ. ഇപ്പൊ അടുത്ത നമുക്കറിയാം, ഇപ്പൊ ചക്ക തന്നെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ചക്കയും പ്ലാവും ഒക്കെ ഒരു കൃഷിയും അതുപോലെ തന്നെ ഈ മൂല്യവർദ്ധനയിൽ വലിയൊരു വിപ്ലവം വരുത്തി വെച്ചത് മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണമാണ്.
അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ കൃഷി. എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ കൃഷി ഞങ്ങൾ ഇത്തവണ ഒരു ആർട്ടിക്കിളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരാൾ ചെയ്തു അല്ലെ മറ്റേ ആൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് അതിനൊരു പ്രേരകമായിട്ട് അതിലേക്ക് വരുന്നത്. ഇന്ന് കർഷകരിൽ ഏറ്റവും കൂടുതൽ കൃഷി സംബന്ധമായ അറിവുകൾക്ക് കർഷകരെ ആശ്രയിക്കുന്നത് ഔദ്യോഗിക സംവിധാനത്തെ അല്ല, മറിച്ച് സോഷ്യൽ മീഡിയയാണ്. അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് വരുന്നു ഇലക്ട്രോണിക് മാധ്യമങ്ങളും പ്രിന്റ് മീഡിയകളും. 3ാം സ്ഥാനത്ത് സഹ കൃഷിക്കാർ. ഏറ്റവും കൂടുതൽ വിശ്വസനീയമായ ആധികാരികമായ വിവരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കൃഷി പോലൊരു ശാസ്ത്ര മേഖലയിലേക്ക് സോഷ്യൽ മീഡിയയുടെ അമിത സ്വാധീനം ഉണ്ടാവുന്നത് അഭിലഷണീയമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യരുത്, അത് പാടില്ല എന്ന് ഞാൻ പറയില്ല. കാരണം അതാണ് ഇപ്പോഴത്തെ കാലം, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഔദ്യോഗിക സംവിധാനങ്ങളിലുള്ള നിങ്ങളോട് കൂടുതൽ ആക്റ്റീവ് ആവണം. അതായത് നമ്മളതിനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല, കാരണം അത് കാലത്തിന്റെ മീഡിയയാണ്. റബ്ബർ ബോർഡ് സെക്രട്ടറി ഇൻചാർജ് ഡോക്ടർ ബിനോയ് വി കുര്യൻ. ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള പല കാർഷിക മാസികകളും നിന്നുപോയി, പല കമ്മോഡിറ്റി ബോർഡുകളും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നെയിം സ്റ്റേക്കിന് മാത്രമായി. ആ ഒരു സമയത്തും 711 കോപ്പികൾ പ്രസിദ്ധീകരിച്ച് ഇന്നും വളരെ ശക്തമായിട്ട് റബ്ബർ മാസിക റബ്ബർ കർഷകർക്ക് പുതിയ പുതിയ വിവരങ്ങൾ നൽകുകയും റബ്ബർ കർഷകരെ കോഷൻ ചെയ്യേണ്ട സമയത്ത് കോഷൻ ചെയ്യുകയും അലർട്ട് ചെയ്യേണ്ട സമയത്ത് അലർട്ട് ചെയ്യുകയും ചെയ്ത് ഇത്രയും വിജയകരമായി ഇത് പ്രസിദ്ധീകരിച്ചു വരുന്നത് ഒരു വലിയ കാര്യമാണ്. റബ്ബർ മേഖലയിൽ അല്ലെങ്കിൽ റബ്ബർ ബോർഡ് ടേക്കപ്പ് ചെയ്തിരിക്കുന്ന RPSകളിൽ നടന്നിരിക്കുന്ന റബ്ബർ കർഷകർ ചെയ്തിരിക്കുന്ന ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക ഔദ്യോഗിക പ്രസിദ്ധീകരണം ഈ റബ്ബർ എന്ന് പറയുന്ന ഈ ഒരു മാസിക മാത്രമാണ്. അത് ഒരു അക്കാഡമിക് പർപ്പസിലും അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഒരു ഭാവി തലമുറയ്ക്കും പഠിക്കാനും ചിന്തിക്കാനും മുന്നോട്ടുള്ള പ്രവർത്തനത്തിനും ഉതകുന്നതാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മാസികയ്ക്ക് 60 വയസ്സായി. റബ്ബർ ബോർഡിന് ഏതാണ്ട് പോസ്റ്റ് ഇൻഡിപെൻഡൻസോളം പ്രായമായി. റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും പ്രായമായിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രായമായ ഒരു ഗ്രൂപ്പിനെ നേരിടാൻ പുതിയൊരു യങ്ങർ ജനറേഷൻ ഇപ്പോൾ നമ്മളൊരു വലിയ റിക്രൂട്ട്മെന്റ് പ്രോസസ് നടക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു പ്രായത്തിനെ അതിജീവിക്കുന്ന ഏക കാര്യം വായനയാണ്. വായിക്കാൻ അവസരങ്ങൾ കൊടുക്കാനും അല്ലെങ്കിൽ വായിക്കാനുള്ള ബുക്കുകൾ കൊടുക്കാനും സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്. റബ്ബർ മാസികയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിലിപ്പ് കോട്ട്ലർ പറഞ്ഞിരുന്നത് ഏതൊരു പ്രോഡക്റ്റുകളും അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ മാർക്കറ്റേഴ്സും ശ്രദ്ധിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ വളരെ എളുപ്പമാണ്. ഒരു പക്ഷേ മാർക്കറ്റിന് ആവശ്യമില്ലെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിന്റെ ഗ്രോത്തും ഒരു പരിധി വരെ നടക്കും. പക്ഷേ അതിന്റെ ആ ഒരു ഗ്രോത്തിന്റെ ലെവൽ എക്സ്റ്റെൻഡ് ചെയ്യാനും ആ മച്യൂരിറ്റി സ്റ്റാറ്റസിൽ ഇതിനെ എത്ര നാൾ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ സാധനം മാർക്കറ്റിൽ ഇറക്കിയ സ്ഥാപനത്തിന്റെ മിടുക്ക്. അവിടെയാണ് ഈ 60 വർഷക്കാലം ജനത്തിന് ആവശ്യമുള്ള റബ്ബർ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് ഇതിന്റെ ആ ഗ്രോത്ത് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് റബ്ബർ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പബ്ലിസിറ്റി വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റബ്ബർ ബോർഡ് പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻസ് വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ MG സതീഷ് ചന്ദ്രൻ നായർ. കൃഷിയെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് പകർന്നു കൊടുക്കുക, വളരെ വിജയകരമായി റബ്ബർ കൃഷി ചെയ്യുന്ന മാതൃകാ കർഷകരെ പരിചയപ്പെടുത്തുക, റബ്ബർ ബോർഡിന്റെ ധനസഹായ പദ്ധതികളൊക്കെ കർഷകരിലേക്ക് അതിന്റെ വിവരങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ പറഞ്ഞ ചുമതലകളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകരെ പ്രാപ്തരാക്കുക. ഇങ്ങനെ 3 ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ മാസിക ആരംഭിച്ചത്. ആ 3 ലക്ഷ്യങ്ങൾ വളരെ വിജയകരമായി നടത്തുകയും ഇന്ന് അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇന്നും അതേ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാസിക പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു പുറമെ മറ്റു ചില കാര്യങ്ങൾ കൂടെ റബ്ബർ മാസിക അതിന് ശേഷം വരുന്ന ഈ 60 വർഷം കൊണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് കാണാം. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സാമൂഹിക സാമ്പത്തിക സാഹചര്യം ഉണ്ടായപ്പോൾ പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ കൂടെ റബ്ബർ മാസിക ഏറ്റെടുത്തിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും നമ്മൾ ആഗോളവൽക്കരണം അല്ലെങ്കിൽ ആഗോളീകരണം എന്നൊക്കെ പറയുന്ന ആ സംഗതിയുടെ ഭാഗമായിട്ടാണ്. അന്നത്തെ ആദ്യ ലക്കത്തിൽ തന്നെ ഈ മാതൃകാ റബ്ബർ കർഷകനെ അവതരിപ്പിക്കുന്നുണ്ട്. അത് TC ചാക്കോ തോണിക്കടവിൽ മാങ്ങാനം എന്ന് പറയുന്ന ഒരു കർഷകനെയാണ് അതിൽ അവതരിപ്പിച്ചിരുന്നത്. പിന്നെ ഇന്നില്ലാത്ത ഒരു സംഗതി അന്നുണ്ടായിരുന്നത്, അതായത് പ്രദർശനത്തോട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് റബ്ബർ കൃഷിയുടെ ആദ്യകാലമായതുകൊണ്ട് എങ്ങനെയാണ് ഏറ്റവും ശാസ്ത്രീയമായി റബ്ബർ കൃഷി ചെയ്യേണ്ടത് എന്നുള്ളത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പല പല കർഷകരുടെ തോട്ടങ്ങളിൽ ശാസ്ത്രീയമായ റബ്ബർ കൃഷി റബ്ബർ ബോർഡ് തന്നെ നേരിട്ട് ചെയ്തുകൊണ്ടും അവിടേക്ക് മറ്റ് അടുത്തുള്ള കർഷകരെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ശാസ്ത്രീയ കൃഷി പഠിപ്പിച്ചു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്രദർശനത്തോട്ടങ്ങൾ എന്ന് പറഞ്ഞൊരു സംഗതി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു റിപ്പോർട്ടായിരുന്നു. അതുപോലെ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റികൾ എന്ന റബ്ബർ ബോർഡ് മുൻകൈയെടുത്തുകൊണ്ടും റബ്ബർ ബോർഡിന്റെ ഓഹരി പങ്കാളിത്തത്തോടും കൂടി രൂപവൽക്കരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാഞ്ഞിരപ്പള്ളി റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് അതിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ലക്കത്തിലുള്ള ഒരു പ്രസ്താവന, ആദ്യത്തെ ലക്കത്തിൽ ഈ ലോക റബ്ബർ രംഗത്തുണ്ടാകുന്ന ആൾക്കാരുടെ പ്രധാനപ്പെട്ട കോൺഫറൻസുകളിലെ പേപ്പറുകളും പ്രസംഗങ്ങളും ഒക്കെ
തർജ്ജിമ ചെയ്ത് ഇതിൽ കൊടുക്കുന്ന ഒരു രീതി ആദ്യത്തെ റബ്ബർ മാസികകളിലുണ്ട്. അതിൽ ഒരു പ്രസ്താവന വളരെ കൗതുകമുള്ളതായി തോന്നി. അത് വെബ്സ്റ്റർ, CB വെബ്സ്റ്റർ എന്ന് പറയുന്ന പ്രഗത്ഭനായ റബ്ബർ രംഗത്തെ വലിയ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന്റെ മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ്: ഇനി ഒരു കുറച്ച് വർഷങ്ങൾ കൂടിയെങ്കിലും നാച്ചുറൽ റബ്ബറിന് സിന്തറ്റിക് റബ്ബറിന്റെ വെല്ലുവിളിയെ നേരിടാൻ കഴിയും എന്നാണ്. കാർട്ടൂണിസ്റ്റ് ശ്രീ പ്രസന്നൻ ആനിക്കാട്, മുൻ ജോയിന്റ് റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ശ്രീ PG സലീം കുമാർ, പബ്ലിസിറ്റി വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ശ്രീ സെബാസ്റ്റ്യൻ KV എന്നിവർ റബ്ബർ മാസികയുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. കാർട്ടൂണിസ്റ്റ് ശ്രീ പ്രസന്നൻ ആനിക്കാട്: തോട്ടത്തിലാശാൻ പൂജാതനായത്, അല്ലെ കുഞ്ഞുട്ടി പൂജാതനായത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിലാണ് എന്ന് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. പക്ഷേ സ്വാതന്ത്ര്യ ദിനത്തിൽ പൂജാതരായ രണ്ടുപേരും പാരതന്ത്ര്യത്തിന്റെ അടിമകളായി മാറി എന്നുള്ളത് പറയുകയുണ്ടായി. പക്ഷെ പറഞ്ഞതുപോലെയുള്ള ഒരു പാരതന്ത്ര്യം എനിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. കാരണം ഞാൻ അവിടെ ചില സൂത്രങ്ങൾ പ്രയോഗിച്ചാണ് ഈ കാലം അത്രയും രക്ഷപ്പെട്ട് പോരുന്നത്. ഒരിക്കല് ഞാനൊരു സ്വയം ഒരു അന്വേഷണം നടത്തി, ഈ റബ്ബർ ആണാണോ പെണ്ണാണോ? അതിനുള്ള കാരണം ലളിതാല അക്കാദമിയുടെ ഒരു എക്സിബിഷന്റെ ലിസ്റ്റിൽ എനിക്ക് കോട്ടയത്ത് ഒരു 7 ദിവസത്തെ എക്സിബിഷന് ഒരു അവസരം കിട്ടി. അപ്പം ഞാൻ ആലോചിച്ചു, എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ. അപ്പം ഞാൻ കണ്ടെത്തി റബ്ബർ പെണ്ണ് തന്നെ. പാല് ചുരത്തുന്ന, പാവാട ചുറ്റുന്ന, ഹാഫാരി ചുറ്റുന്ന മരം ഈ ലോകത്ത് വേറെ എവിടെയുണ്ട്? അപ്പം തീരുമാനിച്ചു റബ്ബർ പെണ്ണ് തന്നെ. അപ്പം അതുകൊണ്ട് ഞാൻ 5 വനിതകളെ കൊണ്ട് ആ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യിച്ചു. അങ്ങനെ 5 പേര് 5 തിരി കൊളുത്തിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഈ റബ്ബർ ബോർഡിന്റെ എംബ്ലത്തിലും ഒരു വനിതയാണ് റബ്ബർ വെട്ടുന്നത്. അപ്പൊ അതും ഒരു പാരസ്പര്യം അതിലുണ്ടായി. ഈ ഓരോ ലക്കവും നമ്മൾ ഈ ആശയം കണ്ടെത്തുന്നതിന്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു. പലപ്പോഴും ഇവരിത് വായിച്ചിട്ട് നല്ല ഐഡിയയാണ് കേട്ടോ എന്നും പറഞ്ഞ് തുടങ്ങുമ്പോഴേ അറിയാം ഇത് ഒരു പിൻവിളി ഇതിനകത്തുണ്ട്. അപ്പൊ ആ പിൻവിളിയെ അതിജീവിച്ചതിന്റെ ഒരു സാഗ അതുകൂടിയാണ് ഈ 60 വർഷക്കാലത്തിന്റെ 1/3 20. റബ്ബർ മാസികയ്ക്ക് മികച്ച സംഭാവന നൽകിയവരെ ആദരിക്കൽ, റബ്ബർ മാസികയുടെ 60 വർഷങ്ങൾ എന്ന ഒരു വീഡിയോ പ്രദർശനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. റബ്ബർ ബോർഡ് പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് ശ്രീ B ശ്രീകുമാർ നേരത്തെ സ്വാഗതവും പബ്ലിസിറ്റി ഓഫീസർ ശ്രീ ബെന്നി KK കൃതജ്ഞതയും പറഞ്ഞു. ഞാൻ B ശ്രീകുമാർ, റബ്ബർ ബോർഡിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻസ് വിഭാഗം ഇൻചാർജ്, റബ്ബർ മാസികയുടെ എഡിറ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. റബ്ബർ മാസിക പിറവിയെടുത്തിട്ട് 60 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഏകവിളയായ റബ്ബറിനെ ആസ്പദമാക്കി മാത്രം ഉള്ള ഒരു മാസിക 6 ദശാബ്ദക്കാലം തുടർന്നു എങ്കിൽ അതിന് കാരണം അതിനെ കർഷകർക്കിടയിൽ നേടിയെടുക്കാൻ സാധിച്ച സ്ഥാനം തന്നെയാണ്. ആധികാരികമായ ലേഖനങ്ങളും റബ്ബർ കൃഷി കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശാസ്ത്രീയ കൃഷിരീതികൾ കർഷകർക്ക് പകർന്നു കൊടുക്കുകയും ആയിരുന്നു റബ്ബർ മാസികയുടെ ഉദ്ദേശം. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലമായിക്കൊണ്ടിരിക്കുന്നു. ഇന്നും പുതിയ പുതിയ റബ്ബർ ബോർഡിന്റെ പദ്ധതികൾ, റബ്ബർ മേഖലയിലെ കണ്ടുപിടുത്തങ്ങളെല്ലാം ആധികാരികതയോടെ കർഷകർക്കും പങ്കുവെക്കുന്ന ഒരു മാസികയാണ് റബ്ബർ മാസിക. പബ്ലിസിറ്റി ഓഫീസർ ശ്രീ ബെന്നി KK. വെറുതെ 3 ആഴ്ച മുമ്പാണ് നമ്മുടെ ഇപ്പോഴത്തെ പബ്ലിസിറ്റി ഡിവിഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ സാറ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, നമുക്ക് ആഘോഷിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ കുറച്ച് പേരുള്ളൂ, എങ്ങനെ ആഘോഷിക്കും, നമുക്ക് ചെറിയ തോതിലൊന്ന് ആഘോഷിക്കാം ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം സാറ് പോയി എക്സിക്യൂട്ടീവ് ഡയറക്ടറെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞു, ഇങ്ങനെ ചെറിയ തോതിൽ ആഘോഷിച്ചാൽ പോരാ, നിങ്ങൾ നന്നായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് സാറ് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഈ രീതിയിൽ സംഘടിപ്പിച്ചത്. തുടർന്ന് സുസ്ഥിര കൃഷിയിൽ വിവിധ മാധ്യമങ്ങളുടെ സ്വാധീനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന പാനൽ ചർച്ചയിൽ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ കാർഷിക ഗ്രാമീണ വിഭാഗത്തിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്ന ശ്രീ മുരളീധരൻ തഴക്കര, മലയാള മനോരമ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശ്രീ രാജു മാത്യു, മാതൃഭൂമി സബ് എഡിറ്റർ ശ്രീ അജീഷ് പ്രഭാകരൻ,
കർഷകശ്രീ അസിസ്റ്റന്റ് എഡിറ്റർ ശ്രീ ജെയിംസ് ജേക്കബ്, റബ്ബർ ന്യൂസ് സ്പെഷ്യലിസ്റ്റ് ശ്രീ വിനോദ് നെടുമുടി എന്നിവർ പങ്കെടുത്തു. കാർഷികരംഗം.com എഡിറ്റർ ശ്രീ നിമി ജോർജ് മോഡറേറ്ററായിരുന്നു. പാനൽ ചർച്ചയുടെ പ്രസക്തമായ ചില ഭാഗങ്ങൾ. ഒരു കൃഷിക്കാരൻ നമ്മളോട് പറയുകയാണ്, ഞാൻ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എൻ്റെ വയറ്റിൽ ചെന്ന് ദഹിച്ച് എൻ്റെ ശരീരത്തിന്റെ എല്ലാ പോഷകങ്ങളുമായിട്ട് മാറുന്നത് പോലെ എൻ്റെ ചെടിയുടെ വയറാണ് എൻ്റെ മണ്ണെന്ന് പറയുകയാണെങ്കിൽ, കാരണം ഈ എല്ലാ സംഗതികളും മണ്ണിൽ ചെന്ന് ലയിച്ചു ചേർന്ന് അവിടുന്ന് വേരുകൾ വലിച്ചെടുത്താലേ ചെടിക്ക് പോഷണം കിട്ടുന്നുള്ളൂ. അപ്പൊ എൻ്റെ ചെടിയുടെ, എൻ്റെ വിളയുടെ, എൻ്റെ റബ്ബറിന്റെ, എൻ്റെ നെല്ലിന്റെ, എൻ്റെ പച്ചക്കറിയുടെ, വാഴയുടെ ഒക്കെ വയറാണ് എൻ്റെ മണ്ണെന്നൊരു കൃഷിക്കാരൻ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നോക്കിയുള്ളൂ അയാൾ ഇത് എവിടുന്ന് കിട്ടിയ അറിവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നത് ഏതെങ്കിലും ഒരു കൃഷി മാസികയുടെ, അതല്ലെന്നുണ്ടെങ്കിൽ ആകാശവാണിയുടെയോ ദൂരദർശന്റെയോ മറ്റേതെങ്കിലും ചാനലുകളുടെയോ കാർഷിക പരിപാടിയിൽ നിന്ന്. വളരെ വിസ്തൃതമാണ് കാർഷിക മാധ്യമ പ്രവർത്തനത്തിന്റെ ലോകം. ആ ലോകത്ത് നിന്ന് ഈ അറിവുകളുമായിട്ടാണ് ഇന്ന് കൃഷിക്കാർ ഏത് ശാസ്ത്രജ്ഞനേക്കാൾ പോലും ചില മേഖലകളിൽ അറിവുള്ളവരായിട്ട് കാർഷിക പ്രവർത്തനങ്ങൾ, കൃഷിപ്പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജയശ്രീ, റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള സെൻട്രൽ വുഡ് ടെസ്റ്റിംഗ് ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. സാറ് ജൈവകരമായിട്ടുള്ള ഘടനയെപ്പറ്റി പറഞ്ഞു. ഇപ്പൊ കാസർഗോഡ് ജില്ലകളിലെ വടക്കൻ മേഖലകളിലുള്ള കശുവണ്ടി വ്യവസായത്തിൽ എൻഡോസൾഫാൻ പോലെയുള്ള തളിച്ച് അവിടുത്തെ ജൈവപരമായിട്ടുള്ള ഘടന നശിപ്പിച്ച് അംഗവൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാക്കുന്ന പോലെയൊന്നും ഒരു നാശങ്ങളും റബ്ബർ കൃഷിയിൽ ഉണ്ടാകുന്നില്ല. ഇവിടെ വെറുതെ ഒരു NPK ഫെർട്ടിലൈസർ, യൂറേറ്റോ, പൊട്ടാഷോ, യൂറിയ പോലുള്ള വളങ്ങളാണ് നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ജൈവപരമായ നാശമുണ്ടാക്കുന്ന ഒന്നും തന്നെ ഉളവാക്കുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമുക്കറിയാം, റബ്ബറിൽ നിന്ന് ഒരേക്കർ റബ്ബർ തോട്ടത്തിൽ നിന്ന് ഒരു വർഷം 5 ടൺ ജൈവ വസ്തുവാണ് പറമ്പിൽ വീഴുന്നത്. ഇതിന്റെ ഇല മുഴുവൻ പൊഴിഞ്ഞു വീഴുമ്പോഴത്തേക്ക് ഏറെക്കുറെ ഒരേക്കറിൽ 5 ടൺ കാണുമെന്നാണ് പറയുന്നത്. അത്രയും ജൈവാംശം ചേരുന്നുണ്ട്. ഈ 2 ലെയറാണ് സസ്റ്റൈനബിലിറ്റിക്ക് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ കർഷകൻ ജീവിക്കണം, കർഷകനെ ഈ കൃഷിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം. അതാണ് ഫസ്റ്റ് ലെയർ ഓഫ് സസ്റ്റൈനബിലിറ്റി. ആൻഡ് സെക്കൻഡ് കംസ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ദ നേച്ചർ സറൗണ്ടിങ്. ഇപ്പോൾ പറഞ്ഞ പോലെ കീടനാശിനി അതൊക്കെ ഉപയോഗിച്ച് അന്തരീക്ഷത്തിനുണ്ടാകുന്ന മലിനീകരണം, അതൊക്കെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് തന്നെയാണ് അതിൻ്റെ അസുഖങ്ങളൊക്കെ വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ആദ്യത്തെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നല്ല പ്രൈസ്, അവൻ്റെ പ്രൊഡ്യൂസിന് റബ്ബറിന് നല്ല പ്രൈസ് കിട്ടുമ്പോഴാണ് ആ സസ്റ്റൈനബിലിറ്റി എൻഷുവേർഡ് ആകുന്നത്. ആ സസ്റ്റൈനബിലിറ്റി എൻഷുവേർഡ് ആകുന്നതാണ് ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ കർഷകന്റെ ഭാഗത്തു നിന്നും കർഷകന്റെയും ടാപ്പറുടെയും ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ടാപ്പർക്കും നല്ല റെമ്യൂണറേഷൻ കിട്ടണം. അപ്പോൾ ഈ 2 കൂട്ടരെയും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, അതിനാണ് ശരിക്കും റബ്ബർ ബോർഡ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. പക്ഷേ മാർക്കറ്റ് ഇക്കോണമിയാണ് റബ്ബർ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും മണ്ണിലിറങ്ങുകയും മണ്ണിൽ പണിയെടുക്കുകയും അവനവൻ ആവശ്യമുള്ളതിന്റെ, നിന്റെ നെറ്റിയിലെ വിയർപ്പാണ് നിന്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ആ നിലയിലേക്ക് ചിന്തിക്കുവാൻ മലയാളിക്ക് കഴിയുന്നിടത്താണ് സുസ്ഥിരത ഉണ്ടാകുന്നത്. നമ്മൾ ആലോചിക്കണം, കഴിഞ്ഞ ഓണത്തിന് 6.25 കോടി രൂപയുടെ ട്യൂഷനിൽ വാങ്ങി മലയാളി ഓണം ഉണ്ണുവാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്. അതാണ് കേരളം. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ പല മേഖലകളിലും സുസ്ഥിരതയിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെയുള്ള സുസ്ഥിരത കൈവരിക്കുവാനുള്ള പരിശ്രമം എന്ന് പറയുന്നത് മണ്ണിലേക്ക് മനുഷ്യനിറങ്ങുക. സുസ്ഥിരത എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനമാണ്. അത് റബ്ബറിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഒരു ദിവസം അവനവൻ ആവശ്യമുള്ളതിന്റെ പകുതിയെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നിടത്താണ് കൃഷി സുസ്ഥിരമാകുന്നത്, ജീവിതം സുസ്ഥിരമാകുന്നത്, നമ്മുടെ ആരോഗ്യം സുസ്ഥിരമാകുന്നത്. നമ്മുടെ അധ്വാനം എത്രമാത്രമുണ്ട്, അധ്വാനത്തിന്റെ സുസ്ഥിരതയാണ് ആദ്യം വേണ്ടത് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ഞാനും നിങ്ങളും ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ളത് അധ്വാനിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ അവിടം സുസ്ഥിരമാകും, ആരോഗ്യം സുസ്ഥിരമാകും എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അതാണ് എനിക്ക് സുസ്ഥിരതയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി റബ്ബർ മാസികയെക്കുറിച്ചൊരു വാക്ക്. റബ്ബർ മാസിക നിങ്ങൾക്ക് അതിന് ഒരു വൈവിധ്യത 3-4 പേജുകൾക്ക് മാറ്റിവെക്കണം എന്ന് ഞാൻ ഹൃദയപൂർവ്വം അപേക്ഷിക്കുകയാണ്. റബ്ബറിലെ ഗവേഷണം, റബ്ബറിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, കർഷകർ അറിയേണ്ട കാര്യങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും കൊടുക്കുന്നതോടൊപ്പം ഒരു ബഹുസ്വരത അതിനുണ്ടാകണം. അതിനകത്തൊരു വൈവിധ്യത ഉണ്ടാകണം. കാരണം അത് റബ്ബർ മാസികയെ കുറച്ചുകൂടി ആളുകളിലേക്ക്, ജനസാമാന്യത്തിലേക്ക് എത്തിക്കുന്നതിനും അതിന്റെ വായനാനുഭവം കുറച്ചുകൂടി ഹൃദ്യമാക്കുന്നതിനും അത് ഉപകരിക്കും. സുസ്ഥിര കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ചിങ്ങം 1 വന്നപ്പോൾ മനോരമയിൽ ആലോചിച്ച് നമുക്ക് കർഷകർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കാരണം പോസിറ്റീവായ ഒരു നോട്ടായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ആശങ്കകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ കർഷകരൊന്നും ആശങ്കയിൽ കിടക്കേണ്ട മനുഷ്യരാണ് എന്ന ചിന്ത പൊതുബോധത്തിലുണ്ടാകും. അതുകൊണ്ട് പോസിറ്റീവായ ഒരു സാധനം വേണം.
അപ്പോൾ അങ്ങനെയാണ് ശ്രീ വസന്തകൃഷ്ണൻ സാറുമായിട്ട് ബന്ധപ്പെടുന്നതും റബ്ബർ കൃഷിയെ സംബന്ധിച്ച് റബ്ബർ കൃഷിയുടെ ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അത് എങ്ങനെ വളരും അല്ലെങ്കിൽ എങ്ങനെ, കാരണം ഞങ്ങളുടെ വായനക്കാരുടെ ഒരു നല്ല ചങ്കം പ്രത്യേകിച്ച് കോട്ടയത്തുള്ളവരിൽ നമ്മൾ റീഡേഴ്സിനെ അറിയാതെ പത്രം ഇറക്കുമെന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഓഡിയൻസിനെ അറിഞ്ഞ് പത്രം ഇറക്കുന്ന ഒരാൾക്ക് ഒരിക്കലും റബ്ബർ കൃഷിയോ റബ്ബർ കർഷകരെയോ റബ്ബർ ബോർഡിനെയോ റബ്ബർ മാഫിയയോ അവഗണിക്കാൻ പറ്റുമെന്നതാണ് വാസ്തവം. അപ്പം അങ്ങനെയുള്ള റബ്ബർ കൃഷി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീഷണിയിലാണെന്ന് പറയുന്നത് നമ്മൾ കമ്പാരിസൺ വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോഴും സ്ഥിരമായ വരുമാനം കിട്ടുന്നത് റബ്ബർ കൃഷിയിലൂടെയാണ്. ഞാൻ ഈ സസ്റ്റൈനബിലിറ്റി അപ്രോച്ച് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. നേരത്തെ ഇത് സൂചിപ്പിച്ചതുപോലെ ഒരു പാരിസ്ഥിതിക സുസ്ഥിരത, അതുപോലെ തന്നെ സാമ്പത്തിക സുസ്ഥിരത, കൃഷിക്കാരുടെ വരുമാനം. ഈ രണ്ട് ആസ്പെക്റ്റും ഞങ്ങളെ കർഷകശ്രേണിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ പരിഗണിക്കുന്ന കാര്യങ്ങളാണ്. പാരിസ്ഥിതിക സുസ്ഥിരതയുടെ കാര്യത്തിൽ പൊതുവെ ആർക്കും തന്നെ വലിയ വിയോജിപ്പുകളില്ല. ഇപ്പുറത്തല്ല അതിനെക്കുറിച്ചുള്ള ഒരു തീവ്രതയുടെ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. അതിനപ്പുറത്തെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതിനകത്ത് യഥാർത്ഥ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഈ കീടനാശിനി ഉപയോഗം പോലുള്ള കാര്യങ്ങളിൽ നമുക്കറിയാം, കീടനാശിനി ഉപയോഗിച്ചു എന്നുള്ളതല്ല പലപ്പോഴും പ്രശ്നം, ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അത് പക്ഷേ പലപ്പോഴും അതിനകത്ത് നമുക്ക് ഒരു എക്സ്റ്റൻഷൻ എലമെന്റ് ഒരു പ്രധാന കാര്യമാണ്. ആൾക്കാരെ അത് വേണ്ടത്ര പഠിപ്പിക്കാൻ നമ്മൾ പരാജയപ്പെട്ടു എന്നല്ല അധികം മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കീടനാശിനി ശരിയായി പ്രയോഗിച്ചിട്ടില്ല, ആവശ്യത്തിൽ കൂടുതൽ വളം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കീടനാശിനി കളിക്കുന്നു എന്നൊക്കെ. അതിന്റെ കാരണം നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് ഈ മാധ്യമങ്ങളുടെ റോള് കൂടിയതുകൊണ്ടായിരിക്കണം പഴയതിലൊക്കെ ആൾക്കാർക്ക് നല്ല അവയർനെസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ വരവും ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റബ്ബർ മാഗസിൻ കുറച്ചും കൂടെ ഒരു മെത്തഡോളജി കീപ്പ് ചെയ്ത് ആർട്ടിക്കിളുകൾ വരുന്ന ഒരു മാഗസിനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. കുറച്ചും കൂടിയും സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ അത് അറിയാൻ ആളുകളുണ്ട്, അത് മനസ്സിലാക്കാൻ ആളുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നവരെ അഭിനന്ദിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. സർ, എൻ്റെ പേര് മേഴ്സി. ഞാൻ ഇവിടുന്ന് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സയൻറ്റിസ്റ്റാണ്. നിമി സാർ തുടങ്ങിയപ്പോൾ തൊട്ട് തോന്നിയ ഒരു കാര്യം, സുസ്ഥിര കൃഷി, ജൈവ കൃഷി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൃഷി ഇക്കണോമിക്കലാകണമെങ്കിൽ കുറച്ച് വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും എല്ലാം കൂടെ ചേർന്ന് പോയാലേ അത് പറ്റുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ധാരണ, ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്, അതാണ് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ജൈവവളം, രാസവളം, ബയോ പെസ്റ്റിസൈഡ്സ് ഓർ ബയോ ഫംഗിസൈഡ്സ് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിനെ ആയിരിക്കണം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. റബ്ബർ കർഷകർക്ക് തുണയായി റബ്ബർ മാസിക 60ന്റെ നിറവിൽ റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്. ആഖ്യാനം നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.